അങ്ങനെ രാവിലെ ജേടിക്കുട്ടൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് സ്കൂളിൽ പോകാൻ റെഡിയായി. പാവമുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങുന്നത് കൊച്ചാണ്. ഇപ്പോൾ ഇവിടെ ഡിസംബർ ആയപ്പോഴത്തേനും രാവിലെ നേരം വെളുക്കത്ത് പോലും ഇല്ല, മൊത്തം ഇരുട്ടാ. അത് നല്ല തണുപ്പും. ആ സമയത്ത് അത് പോകുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും കേട്ടോ. അങ്ങനെ കൊച്ചിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ജസ്റ്റിയും കൂടെ താഴോട്ട് പോയി. ചായ മുഴുവൻ കുടിക്കാഞ്ഞതുകൊണ്ട് കുറച്ച് ചായ ഫ്ലാസ്കിനകത്ത് ഞാൻ ഒഴിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതാകുമ്പോൾ ചൂട് തണുപ്പുമല്ലേ, വണ്ടിയിലിരുന്ന് പുള്ളി കുടിച്ചോളും. ഇന്ന് പിന്നെ ഞാൻ ഇന്നലത്തെ പോലെ ഉത്തമയായ ഭാര്യയാവാൻ നിന്നില്ല. കൊച്ചു സ്കൂളിൽ പോയ ഉടനെ തന്നെ ഞാനും കയറി കിടന്നു. കാരണം എനിക്ക് തീരെ ശബ്ദം രാവിലെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എപ്പോഴോ എഴുന്നേറ്റിട്ട് നേരെ കിച്ചണിൽ പോയി കേട്ടോ. എന്നിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതാണ് സാധാരണ പനിയും ജലദോഷം അസുഖമൊക്കെ ഉള്ളപ്പോൾ എല്ലാവരും കുറച്ച് കഴിക്കും, ഈ ലിറ്റി എന്താ നേരെ തിരിച്ചത്. സത്യം പറയാമല്ലോ, എനിക്ക് ഈ അസുഖമൊക്കെ വരുമ്പം വീട്ടിലെ ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കണം, അടങ്ങിയിരിക്കാൻ വേല. അതിന് ഓരോ കാരണം. അപ്പം ഒന്ന് മുട്ട ദോശ ഉണ്ടാക്കി, പിന്നെ ഒരെണ്ണം ബുൾസൈ അല്ലാതെ മുട്ടയായിട്ടുണ്ടാക്കി, ഒന്ന് ദോശയായിട്ടുണ്ടാക്കി. ഭയങ്കര ആഡംബര ഫുഡാണ് കേട്ടോ. ഇത് മുഴുവൻ ഞാൻ കഴിക്കുമൊന്നുമില്ല, പക്ഷെ അങ്ങ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ തോന്നി. നമ്മുടെ തട്ടുദോശ എന്നൊക്കെ പറയത്തില്ലേ, നാട്ടിൽ തട്ടുകട കിട്ടുന്ന പോലെ. അല്ല, ഇവിടെയും ഗുഡ് ആഫ്റ്റർനൂണായി, പക്ഷെ എഴുന്നേറ്റ് വരുന്ന സമയമാണ് എനിക്ക് ഗുഡ് മോർണിംഗ്. എന്നുകൊണ്ട് എല്ലാവർക്കും വിശേഷം, സുഖമാണോ? രാവിലെ വലിയ ശബ്ദമില്ലായിരുന്നേ, അതുകൊണ്ടാണ് രാവിലെ വീഡിയോ ഒന്നും ചെയ്യാഞ്ഞ്. ഇന്നലെ ആരാണ്ട് എൻ്റെ വോയിസ് കേട്ടിട്ട് പറഞ്ഞു മല്ലിക സുമാൻ്റെ ശബ്ദം പോലുണ്ടെന്ന്. ഇപ്പം എൻ്റെ ശബ്ദം അങ്ങനെ രാവിലെ നന്നായിട്ടൊന്ന് ഉറങ്ങി കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു കോഫി കൂടെ കുടിച്ചപ്പം ഏകദേശം ഞാൻ ഓക്കെ ആയി കേട്ടോ. ഇതാണ് ഞാൻ, അസുഖം വന്നാൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് കിടക്കാനൊന്നും പറഞ്ഞിട്ടില്ല. കിടന്നാലും നമ്മളെ ആര് നോക്കാനല്ലേ. സത്യം പറഞ്ഞാൽ ഈ ഫുഡൊന്നും കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയേ ഇല്ല, പക്ഷേ എനിക്ക് എന്തൊക്കെ ഉണ്ടാക്കി. അങ്ങനെ എൻ്റെ പോലെ മാനസികാവസ്ഥയുള്ള ആരെങ്കിലും ഉണ്ടോന്നേ? പനി അസുഖം വരുമ്പോൾ അടങ്ങിയിരിക്കാൻ കഴിയാത്ത ആരെങ്കിലും. പക്ഷേ ചിലപ്പോൾ ഉണ്ടല്ലോ, ഒരസുഖം ഇല്ലെങ്കിലും മടി പിടിച്ചിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ശരി, എന്നാൽ പോയേച്ചും വരാം.